സാറിൻ്റെ മുന്നുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. സാർ പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട് ഐ വാസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഇൻ ദ ബിഗിനിങ് സാറിൻ്റെ സ്കൂൾ ഡേയ്സിലൊക്കെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാട്ട് ആക്ച്വലി ഫ്ലിപ്ഡ്? ഐ മീൻ എന്താണ്, ഒരു ക്യൂരിയോസിറ്റി ഡ്രിവൺ ആയോ അല്ലെങ്കിൽ റിബല്യസ് മൈൻഡ് സെറ്റ് ആയിരുന്നു? എന്താണ് ഇപ്പോഴുള്ള വേണു സാറിനെ ക്രിയേറ്റ് ചെയ്തത്? എനിക്ക് അന്ന് കോമൺ ആയിട്ടൊരു സാധനം, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നൊരു സാധനമാണ്, ഞാൻ ഇങ്ങനെയായിരുന്നു. ഇത് എളുപ്പം, ഇതിനെ മനസ്സിലാക്കാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ എൻ്റെ പുത്രന് പഠിപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. പിന്നെ കുറേ പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇതൊന്ന് കോപ്പി ചെയ്യാൻ പറ്റുമോ, പക്ഷേ എനിക്കത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനകത്തൊരു കോമൺ ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടും ഇന്നും എപ്പോഴും ഐ വിൽ നോട്ട് ഫെയിൽ ആൻഡ് ഐ എം നോട്ട് സ്കെയർഡ്. അപ്പം പക്ഷെ ഞാൻ ഭയങ്കര പേടിച്ചോറിയായിരുന്നു കൊച്ചുനാളിൽ. എന്നൊക്കെ കേട്ട് ഞാൻ ഭയങ്കര പേടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോളേജിൽ ചെന്ന് പെട്ടു. അവിടെ പിന്നെ ഇടിയില്ലാത്തൊരു ദിവസമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതൊരു നിത്യത്തൊഴിൽ അഭ്യാസമായതുകൊണ്ട് ആ സമയത്ത് മാർഷൽ ആർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അന്ന് വിവരവും ബുദ്ധിയും ഒന്നുമില്ല വലുതായിട്ട്. പക്ഷേ ഐ ഡോണ്ട് ഗോ ആൻഡ് വേറൊരാളെ ഞാൻ മെനക്കെടാർത്താൻ പോകാറില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിടാറുമില്ല. ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസ് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എപ്പോഴും ഉണ്ട്.